Hello guys, welcome to another episode of Sinju Tech Share. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മൈക്രോസോഫ്റ്റ് MS ഓഫീസുകൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. മൈക്രോസോഫ്റ്റിന്റെ MS ഓഫീസ് ഇൻസ്റ്റലേഷൻ മെയിൻ ആയിട്ട് വരുന്ന ലൈസൻസിങ് രണ്ട് ടൈപ്പാണ്. ഒന്ന് പെർപെച്വൽ ലൈസൻസിങ് അല്ലെങ്കിൽ വൺ ടൈം ലൈസൻസിങ്, മറ്റൊന്ന് സബ്സ്ക്രിപ്ഷൻ. പെർപെച്വൽ ആയിട്ട് വരുന്ന ലൈസൻസിന് അല്ലെങ്കിൽ വൺ ടൈം ലൈസൻസ് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് വോളിയം ലൈസൻസ്, മറ്റൊന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കുന്ന ലൈസൻസ്. സബ്സ്ക്രിപ്ഷൻ ലൈസൻസിൽ മൂന്ന് ടൈപ്പ് ലൈസൻസിംഗ് ആണ് വരുന്നത്. ഒന്നാമത് ഹോം പേഴ്സണൽ, രണ്ട് ഹോം ഫാമിലി, മൂന്നാമത് ബിസിനസ് ലൈസൻസ്. നമുക്ക് ആദ്യം സബ്സ്ക്രിപ്ഷൻ ലൈസൻസ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും എന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ലൈസൻസ് നമുക്ക് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മൈക്രോസോഫ്റ്റ് ത്രൂ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യാം, നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത്. രണ്ടാമത് നമുക്ക് പാക്ക് ബേസ് ആയിട്ട് കിട്ടും, അതായത് ഒരു ലൈസൻസ് കീ പാക്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ പോകാൻ നമുക്ക് ചൂസ് ചെയ്യുക പ്ലാൻ, അതിന്റെ പേയ്മെന്റ് നടത്താം. പാക്ക് ലൈസൻസിന്റെ ആക്ടിവേഷന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് office.com/setup എന്ന സൈറ്റിൽ പോവാം. നമ്മുടെ കയ്യിലുള്ള കീ, നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. വൺസ് നമ്മൾ ലൈസൻസ് സബ്സ്ക്രിപ്ഷൻ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റലേഷൻ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഓൺലൈൻ മോഡും രണ്ട് ഓഫ്ലൈൻ മോഡും. രണ്ടിന്റെയും സെറ്റപ്പ് ഫയൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ office.com സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത് പോലെയാണ് നമ്മൾ അതിന്റെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്ക് അതിന്റെ ഓൺലൈൻ ഇൻസ്റ്റലേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ സെറ്റപ്പ് ഫയലും ഓഫ്ലൈനായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈൻ ഇൻസ്റ്റലേഷൻ ഫയൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ആ ടൈമിന് ഓൺലൈനായിട്ട് തന്നെ ഇതിന്റെ സെറ്റപ്പ് ഫയൽ എല്ലാം ഡൗൺലോഡ് ചെയ്ത് തനിയെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സലോ വേഡോ ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈസൻസ് ആക്ടിവേഷന് വേണ്ടി അത് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഏത് ഇമെയിൽ ID വെച്ചാണ് നമ്മൾ ലൈസൻസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ID വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഓഫ്ലൈൻ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഓഫ്ലൈൻ സെറ്റപ്പ് ഫയൽ ഒരു ഇമേജ് ഫയലിലായിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗണ്ട് ചെയ്യാം. മൗണ്ട് ചെയ്യുമ്പോൾ ഇതൊരു CD ഡ്രൈവ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും. അവിടെ നിന്ന് നമ്മൾ ഡബിൾ ക്ലിക്കോ അല്ലെങ്കിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററോ എന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെയാണ്. എക്സലോ വേഡോ ഓപ്പൺ ചെയ്യുക. ഒന്നുകിൽ കീ ഉണ്ടെങ്കിൽ കീ ഇൻഫർമേഷൻ കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ കീ അല്ല, നമ്മൾ ഏതാണോ ഇമെയിൽ ID ആ ഇമെയിൽ IDയും അതിന്റെ ലോഗിൻ ഡീറ്റെയിൽസും വെച്ചിട്ട് ആക്ടിവേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വൺ ടൈം ലൈസൻസിൽ ഇപ്പോൾ നിലവിലുള്ള വേർഷൻസ് ആണ് 2016, 2019, 2021. ഈ മൂന്ന് വേർഷൻസും അതിന്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓൺലൈൻ exe ഫയൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഹോൾ സെറ്റപ്പ് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ആക്ടിവേഷൻ ചോദിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ നമ്മൾ ലൈസൻസ് ആക്ടിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതാണോ കീ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ കീ ഡയറക്റ്റ് ആയിട്ട് ഇൻസെർട്ട് ചെയ്ത് നമുക്ക് ആക്ടിവേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വോളിയം ലൈസൻസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത് നോക്കാം. വോളിയം ലൈസൻസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് 2016, 2019, 2021 എന്നീ വേർഷനുകളാണ്. ഇപ്പോൾ വോളിയം ലൈസൻസ് നമുക്ക് കിട്ടുന്നത് മൈക്രോസോഫ്റ്റിന്റെ 365 അഡ്മിൻ കൺട്രോൾ പാനൽ വെച്ച് തന്നെയാണ്. ഈ ലൈസൻസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് admin.microsoft365.com എന്ന സൈറ്റിൽ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ വെച്ച് ലോഗിൻ ചെയ്യാം. അണ്ടർ ബില്ലിംഗിൽ യുവർ പ്രോഡക്ട്സിൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് വോളിയം ലൈസൻസിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. 2021 ലൈസൻസ് ഉള്ള ഒരു കൺട്രോൾ പാനലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് 2021, 2019, 2016 ഈ മൂന്ന് വേർഷന്റെയും സെറ്റപ്പ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 2016 സെറ്റപ്പ് ഫയൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. 2019 2021 ഇൻസ്റ്റലേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിന് ഓഫീസ് ഡിപ്ലോയ് എന്നൊരു ഓപ്ഷൻ ആണ് വരുന്നത്. 2016 ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വൺ ടൈം ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന്റെ ഓഫ്ലൈൻ കോപ്പി എങ്ങനെയാണ് ചെയ്തത് അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ വോളിയം ലൈസൻസിംഗിലും 2016 ചെയ്യുന്നത്. ഇതിന്റെ സെറ്റപ്പ് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതൊരു ഇമേജ് ഫോർമാറ്റിലായിരിക്കും. അത് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് മൗണ്ട് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി എക്സലോ വേഡോ ഓപ്പൺ ചെയ്തിട്ട് ഫയൽ അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കീ ഇൻസെർട്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ചേഞ്ച് കീയോ ആഡ് കീയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ വോളിയം കീ എന്താണോ അത് അവിടെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 2019 2021 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. 2019 2021 സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇവിടെ നിന്നും ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂൾ എന്നൊരു exe ഫയലാണ് നമ്മൾ കൺട്രോൾ പാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഫയൽ നമ്മൾ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ PC-യിൽ പേസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് ഈ ഫയൽ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണോ ലൊക്കേഷൻ അത് കൊടുക്കുക. ഞാൻ ഇവിടെ മൈ ഡോക്യുമെന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഫോൾഡർ നെയിം ക്രിയേറ്റ് ചെയ്ത് അത് സേവ് ചെയ്യുന്നു. ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ആ സേവ് ചെയ്ത ലൊക്കേഷൻ ഫയൽ ഓപ്പൺ ചെയ്താലാണ് 4 XML ഫയലും ഒരു സെറ്റപ്പ് exe ഫയലും കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഏത് ലൈസൻസ് ആണോ ആ വേർഷനുള്ള ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്.
അത് ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ ഓഫീസ് കസ്റ്റമൈസേഷൻ ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായ ലിങ്ക് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ config.office.com/deployment setting എന്ന സൈറ്റിൽ പോയിട്ട് നമ്മുടെ ആർക്കിടെക്ചർ എന്താണോ അവിടെ അത് സെലക്ട് ചെയ്യുക. 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. ഓഫീസ് സ്യൂട്ട് എന്താണെന്ന് സെലക്ട് ചെയ്യുക. വോളിയം ലൈസൻസ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആണോ, പ്രൊഫഷണൽ പ്ലസ് ആണോ, എന്റർപ്രൈസ് ആണോ, ബിസിനസ് ആപ്പ് ആണോ, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇവിടുത്തെ കേസിൽ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് 2019 ലൈസൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ, വിസോ പ്രൊജക്ട് അല്ലെങ്കിൽ അഡീഷണൽ പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ കേസിൽ അതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേർഷൻ ഏതാണ്, എന്തൊക്കെ ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നെല്ലാം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഡീഫോൾട്ട് ആയിട്ട് വിടുകയാണ്. എന്നിട്ട് അടുത്ത ഓപ്ഷനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് US ആണ് സെലക്ട് ചെയ്യുന്നത്. അതുകൂടാണ്ട് അറബിക്കോ അങ്ങനെ എന്തെങ്കിലും ലാംഗ്വേജ് ഒക്കെ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കീ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതെല്ലാം ഡീഫോൾട്ട് ആയിട്ട് വിട്ടിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് ഈ കോൺഫിഗറേഷൻ ഫയൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു XML ഫയലായിട്ട് സേവ് ചെയ്ത് കിട്ടും. ഈ XML ഫയൽ ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്തൊരു ഫോൾഡർ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ കുറച്ച് അൺയൂസ്ഡ് ആയിട്ട് 3-4 XML ഫയൽസ് ക്രിയേറ്റ് ആയിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പുതിയ കോൺഫിഗറേഷൻ XML ഫയൽ മാത്രം ഇവിടെ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ അതുണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല, അത് വെച്ചിട്ടായാലും ചെയ്യാം. ഞാൻ എന്തായാലും ആ പഴയ അൺയൂസ്ഡ് ആയിട്ടുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത XML ഫയൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ XML ഫയൽ നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കീ ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാംഗ്വേജ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സിൻടാക്സ് ഇൻഫർമേഷൻ മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ XML ഫയൽ കസ്റ്റമൈസ് ചെയ്ത് പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് MS ഓഫീസിന്റെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സിൽ ഓപ്പൺ ചെയ്യുന്നു. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ ED സ്പേസ് എന്താണോ നമ്മളുടെ ഫോൾഡർ ലൊക്കേഷൻ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ആ ഫോൾഡർ ലൊക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. അതിനുശേഷം ഈ കാണുന്ന കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. കമാൻഡ് എന്താണെന്ന് വെച്ചാൽ സെറ്റപ്പ് സ്പേസ് /download സ്പേസ് configuration.xml എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് കാണാം പുതിയതായിട്ട് ഓഫീസ് എന്നൊരു ഫോൾഡർ ആ ലൊക്കേഷനിൽ ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ടാസ്ക് മാനേജർ എടുത്തിട്ട് പെർഫോമൻസിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്താൽ നമുക്ക് കാണാം അവിടെ ഒരു കുറച്ച് ബാൻഡ് വിഡ്ത്ത് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാലും കേഴ്സർ ഇപ്പോഴും മുകളിൽ തന്നെയായിരിക്കും സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴാണോ നെക്സ്റ്റ് കമാൻഡിന് വേണ്ടി നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഡൗൺലോഡിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയെന്നാണ്. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഓഫീസ് ഫയൽ ഓപ്പൺ ചെയ്താൽ കാണാം ഒരു 3 ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കി കാണാം 1.7 GB ഫയൽ സൈസ് ഉണ്ടാവും ഇതിന്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കമാൻഡ് ആയിട്ട് സെറ്റപ്പ് /configure സ്പേസ് കോൺഫിഗറേഷൻ XML എന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റലേഷൻ വിസാർഡ് ഓപ്പൺ ആയി വരും. കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സലോ വേർഡോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്തത് ഫയൽ അക്കൗണ്ട് ഓപ്ഷൻ എടുത്തിട്ട് കീ ഇൻഫർമേഷനിൽ പോയിട്ട് നമ്മുടെ എന്താണോ വോളിയം കീ അത് അവിടെ ഇൻസെർട്ട് ചെയ്തിട്ട് ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആക്ടിവേഷനും ഇൻസ്റ്റലേഷനും കംപ്ലീറ്റ് ആവും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ അടുത്ത് എനിക്കൊരു ക്ലയൻറ്റ് പ്ലേസിൽ ഈ വോളിയം ലൈസൻസ് ആക്ടിവേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ട്. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് R&D ഒക്കെ നടത്തേണ്ടി വന്നു ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്